എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ബാഹുകൻ എന്ന പേരിൽ കഴിയുന്ന നളനും ഋതുപർണ രാജാവും നളന്റെ തന്നെ തേരാളിയായിരുന്ന വാഷ്ണയനും കൂടി വിദർഭ രാജ്യത്തിലേക്ക് പോവുകയാണ്. ആ സമയം കുതിരകളെ പറപ്പിച്ചുകൊണ്ട് പോകുന്ന ബാഹുകന്റെ സാമർഥ്യം കണ്ടിട്ട് ഗണിതത്തിലും ചൂതുകളിയിലും വിദഗ്ധനായ ഋതുപർണ രാജാവ് അവിടെ നിന്ന താന്നി മരത്തിലെ ഇലകളുടെയും കായ്കളുടെയും എണ്ണം കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ ഈ രഥം നിർത്തി ആ താന്നി മരം മുറിച്ച് അതിൻ്റെ ഇലകളും കായ്കളും എല്ലാം എണ്ണിയപ്പോൾ ഋതുപർണൻ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള എണ്ണം തന്നെ ആയിരുന്നു. അപ്പോൾ ഋതുപർണ രാജാവ് ബാഹുവിനോട് പറഞ്ഞു, ബാഹുക, നിനക്ക് ഞാൻ അക്ഷഹൃദയ മന്ത്രം പറഞ്ഞു തരാം. അപ്പൊ ബാഹുവൻ പറഞ്ഞു, അങ്ങക്ക് ഞാൻ അശ്വഹൃദയ മന്ത്രവും പറഞ്ഞു തരാം. അപ്പോ ഋതുപർണൻ ബാഹുവിന് അക്ഷഹൃദയ മന്ത്രം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അശ്വഹൃദയ മന്ത്രം നമുക്ക് പിന്നീട് പഠിക്കാം, ഞാൻ നിന്നിൽ നിന്ന് പിന്നീട് പഠിച്ചുകൊള്ളാം. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് വിദർഭയിലെത്തണം. നാളെ സൂര്യോദയത്തിനാണ് ദമയന്തിയുടെ 2ാം സ്വയംവരം, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞ് അവർ വളരെ വേഗത്തിൽ തന്നെ രഥം പറപ്പിച്ച് വിദർഭ രാജ്യത്തിലെത്തി. വിദർഭ രാജ്യത്തിലെത്തിയപ്പം ഭീമക രാജാവ് ഇതൊന്നും അറിയുന്നില്ല. ദമയന്തിയാണ് സുദേവനെ അങ്ങനെ ഒരു സന്ദേശം കൊടുത്ത് ഋതുപർണന്റെ കൊട്ടാരത്തിൽ അയച്ചത്. അപ്പോ ഭീമകൻ ഇദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചിരുത്തി. അപ്പൊ അവിടെ ഋതുപർണ രാജാവ് നോക്കിയപ്പോൾ ഒരു സ്വയംവരത്തിൻ്റെതായ യാതൊരു പരിപാടിയും കാണുന്നില്ല. ഒരാഡംബരമോ മറ്റു രാജാക്കന്മാരോ ഒന്നും കാണുന്നില്ല. അപ്പൊ ഭീമകൻ ചോദിച്ചു, എന്താണ് അങ്ങ് പെട്ടെന്ന് ഇവിടം വരെ വന്നത് എന്ന് ചോദിച്ചോ പറഞ്ഞു, അത് ഞാന് അങ്ങയുടെ ക്ഷേമം അന്വേഷിച്ചു വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് അവിടെ ഒരു കൊട്ടാരത്തില് ഋതുപർണ രാജാവിനെ യഥോചിതം സൽക്കരിച്ച് താമസിപ്പിച്ചു. ആ സമയത്ത് ദമയന്തി നോക്കിയപ്പോ ഋതുപർണ രാജാവും വാഷ്ണയനും കൂടെ വേറെ ഒരു വിരൂപിയായ മനുഷ്യനേ ഉള്ളൂ. നളനെ കാണുന്നില്ല. നളൻ അവിടെ ഋതുപർണന്റെ കൊട്ടാരത്തിലുണ്ടെന്നും അപ്പം നളനെ കൊണ്ട് വളരെ വേഗത്തിൽ കുതിരകളെ പറപ്പിച്ചു വരാൻ കഴിയുമെന്നുള്ളതും മനസ്സിലാക്കിയാണ് തനിക്ക് 2ാം സ്വയംവരം എന്ന് ദമയന്തി പറഞ്ഞത്. അപ്പോ ഈ ബാഹുകനെ കണ്ടപ്പോ എന്തോ ഒരു സംശയം, ഇനി ഇത് തന്നെയാണോ നളൻ എന്നൊരു സംശയം. അപ്പൊ എന്ത് ചെയ്തു, ദമയന്തി തന്റെ തോഴിയെ വിളിച്ചു, കൗശികയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ അവിടെ ചെന്ന് ഈ ബാഹുകനുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കൗശികി ബാഹുവിന്റെ അടുത്ത് ചെന്നു. ബാഹുവിന്റെ അടുത്ത് ചെന്ന് സംസാരിച്ചപ്പോഴൊന്നും വലിയ സംശയത്തിനുള്ള ഇട ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോ ദമയന്തി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, ഈ കുഞ്ഞുങ്ങളെ 2 പേരെയും ബാഹുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ കൗശികി 2 മക്കളെയും ബാഹുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോ നളനായ ബാഹുവൻ ഇത് തന്റെ മക്കളാണെന്ന് നന്നായിട്ട് അറിയാം. അദ്ദേഹം കുഞ്ഞുങ്ങളെ വാത്സല്യപൂർവ്വം കെട്ടിപ്പിടിക്കുകയും അവരെ സന്തോഷത്തോടു കൂടി മടിയിലിരുത്തി ലാളിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ എന്തുകൊണ്ടാണ് ബാഹുവൻ ഇങ്ങനെ ചെയ്തത് എന്ന് കൗശികി സംശയിച്ചപ്പോ, എനിക്കും ഇതേ പ്രായത്തിലുള്ള 2 മക്കളുണ്ട്, അതുകൊണ്ടാണ് ഇവരെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി ഓർത്തുപോയി എന്നൊക്കെ ബാഹുവൻ പറഞ്ഞു. അപ്പോ ഈ കുഞ്ഞുങ്ങളെ ബാഹുവൻ ലാളിക്കുന്നതും വാത്സല്യത്തോട് അവരോട് പെരുമാറുന്നതും ഒക്കെ കണ്ടപ്പോഴും ദമയന്തിക്ക് ഒരു സംശയം, ഇത് തന്നെയാണോ നളൻ എന്ന്. അങ്ങനെ ആ പരീക്ഷണവും കഴിഞ്ഞപ്പോ കൗശികിയോട് നളൻ പറഞ്ഞു, എനിക്ക് നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ അറിയാം, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ശകലം രുചിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൗശികി വളരെ നളൻ ഉണ്ടാക്കിയ രുചിയേറിയ ഭക്ഷണം കഴിച്ചപ്പോഴ് അതെല്ലാം ചെന്ന് ദമയന്തിയോട് പറഞ്ഞു. അങ്ങനെ ദമയന്തി ബാഹുവിനെ നേരിൽ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ബാഹുവിനെ നേരിൽ കണ്ടു. അവസാനം ആ തോഴി ചോദിച്ചു,
അല്ലയോ ബാഹുക, നളരാജാവ് എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, വാർഷ്ണേയൻ 2 കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു, ദമയന്തിയുടെ നളരാജാവിന്റെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു എന്ന് മാത്രമേ എനിക്കറിയാവൂ, വാർഷ്ണേയനും അറിയാമോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞു. ഏതായാലും അവസാനം ദമയന്തിയുടെ മുമ്പ് ബാഹുകൻ എത്തിയപ്പോ ദമയന്തിയുടെ 2ാം സ്വയംവരം അറിഞ്ഞു. പതിവ്രതയായ ദമയന്തി അതിനൊരുങ്ങിയിരുന്നു എന്ന് ബാഹുവിന് സംശയം തോന്നി. അപ്പം ദമയന്തി പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഞാനൊരു 2ാം വിവാഹത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല. എന്റെ ഭർത്താവായ നളനെ എന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ അങ്ങനെ ഒരു ഉപായം പറഞ്ഞതാണ് എന്ന് ബാഹുവിനോട് പറഞ്ഞു. ബാഹുവൻ അപ്പോ കാർക്കോടകൻ കൊടുത്ത ആ ദിവ്യ വസ്ത്രം എടുത്തണിഞ്ഞു. ആ ദിവ്യ വസ്ത്രം എടുത്തണിഞ്ഞുകൊണ്ട് യുവകോമളനായ നളൻ തന്റെ പഴയ രൂപം പ്രാപിച്ചു. ആ സമയത്ത് ഒരു അശരീരി ഉണ്ടായി, ദമയന്തി വളരെ പരിശുദ്ധയാണെന്നുള്ള. അങ്ങനെ അവര് 2 പേര് സന്തോഷത്തോടു കൂടി കൊട്ടാരത്തിൽ കഴിയുകയും ഋതുപർണ രാജാവ് തിരികെ പോവുകയും ചെയ്തു. എന്നിട്ട് നളനും ദമയന്തിയും കൂടി ഭീമക രാജാവിന്റെ മുമ്പിൽ ചെന്ന് വണങ്ങി കുറച്ചു നാൾ അവര് കുണ്ടിനപുരത്തിൽ താമസിക്കുകയും ചെയ്തു. അതിനുശേഷം നളൻ നിഷധ രാജ്യത്തിലേക്ക് പോയി. നിഷധ രാജ്യത്തിലേക്ക് പോയപ്പോൾ അവിടെ പുഷ്കരൻ ആണല്ലോ, അദ്ദേഹത്തിന്റെ സഹോദരനാണല്ലോ രാജ്യം ഭരിക്കുന്നത്. അപ്പൊ പുഷ്കരനോട് പറഞ്ഞു, അല്ലയോ പുഷ്കര, നമുക്ക് ചൂത് കളിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ പുഷ്കരൻ പറഞ്ഞു, എനിക്കിപ്പോ ധനധാന്യ സമ്പത്തെല്ലാം ധാരാളം ഉണ്ട്, ഇനിയിപ്പൊ എനിക്ക് ദമയന്തിയെ കൂടെ കിട്ടിയാൽ മതി, അപ്പൊ അതുകൊണ്ട് നമുക്ക് ചൂത് കളിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നളൻ പറഞ്ഞു, പുഷ്കര, നീ അധികം വീമ്പൊന്നും ഇളക്കണ്ട, നമുക്ക് കളിക്കാം, ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളതൊക്കെ നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവര് ചൂതുകളിയിൽ ഏർപ്പെട്ടു. അങ്ങനെ ചൂത് കളിച്ചപ്പോ പുഷ്കരൻ ഒന്നൊന്നായി പണയം വെച്ച് പുഷ്കരൻ തോറ്റു. അങ്ങനെ തോറ്റപ്പോ നളൻ പറഞ്ഞു, പുഷ്കര, നേരത്തെ ഈ ചൂതുകളിയിൽ നീ ആയിരുന്നില്ല ജയിച്ചത്, നിന്നെ കൊണ്ട് കലി ചെയ്യിച്ചതാണ് ഇതെല്ലാം. ഇന്നിപ്പോ കലി നിന്നിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു, അതുകൊണ്ടാണ് നീ തോറ്റത്. ഏതായാലും നീ എന്റെ സഹോദരനാണല്ലോ, നിനക്ക് ഞാൻ നിന്റെ ധനസമ്പത്തുകൾ കുറെ തരാം, പിന്നെ കുറച്ച് രാജ്യവും തരാം, നീ പോയി സുഖമായിട്ട് ജീവിച്ചോളൂ, നിന്നോട് എനിക്ക് പിണക്കമൊന്നുമില്ല, എനിക്ക് സ്നേഹം തന്നെ ഉള്ളൂ, കാരണം കലിയാണ് ഇതൊക്കെ നിന്നെ കൊണ്ട് ചെയ്യിച്ചതെന്നുള്ളത് എനിക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ പുഷ്കരന് കുറച്ച് സമ്പത്തും എല്ലാം കൊടുത്ത് കുറച്ച് രാജ്യവും കൊടുത്തു. കുറച്ചു നാള് പുഷ്കരൻ കുണ്ടനപുരിയിൽ താമസിച്ചിട്ട് തിരിച്ചുപോയി. അപ്പോ അകമ്പടിക്കാരെ സേവകരെയൊക്കെ വിട്ട് വിദർഭ രാജാവിന്റെ രാജ്യത്ത് നിന്ന് ദമയന്തിയെയും മക്കളെയും കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് വരുത്തിച്ചു. കൊട്ടാരത്തിൽ മക്കളും ഭാര്യയും ആയിട്ട് സസുഖം നളരാജാവ് വസിച്ചു. അപ്പോ ഈ കഥ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തതാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലയോ യുധിഷ്ഠിര, നളരാജാവ് ഒറ്റയ്ക്കാണ് രാജ്യമെല്ലാം നഷ്ടപ്പെട്ട് ഈ ദുഃഖങ്ങളിലൂടെ കടന്നുപോയത്, കഷ്ടപ്പാടിലും ദുഃഖത്തിലും കടന്നുപോയത്. നിനക്ക് നിന്റെ സഹോദരങ്ങൾ കൂടെയുണ്ട്, പാഞ്ചാലി നിന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് നിനക്ക് അത്ര ദുഃഖിക്കേണ്ട കാര്യമില്ല. ഏത് ഉയർച്ചയ്ക്കും ഒരു താഴ്ച ഉണ്ടാവും, ഏത് താഴ്ചയ്ക്കും ഒരു ഉയർച്ച ഉണ്ടാവും. അതുകൊണ്ട് താമസിക്കാതെ തന്നെ നിന്റെ രാജ്യം നിനക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് സമാധാനത്തോടു കൂടി ഓരോരോ സ്ഥലങ്ങളിൽ താമസിച്ച്, ഓരോരോ വനങ്ങളിലും ആശ്രമങ്ങളിൽ താമസിച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് ബൃഹദ്വജൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. എന്നിട്ട് ബൃഹദ്വജൻ തിരിച്ചുപോയി. അത് കഴിഞ്ഞ് യുധിഷ്ഠിരനും സഹോദരന്മാരും ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. അവര് നൈമശാരണ്യം പോയി, അവിടുന്ന് യാഗഭൂമിയായ പ്രയാഗ, അവിടുന്ന് ഗയ, ഇവിടെ എല്ലാം താമസിച്ച് യജ്ഞങ്ങളും പൂജയും എല്ലാം നടത്തി. എന്നിട്ട് യുധിഷ്ഠിരനും സഹോദരങ്ങളും പാഞ്ചാലിയും കൂടെ വിദ്വാൻമാരായ ബ്രാഹ്മണരും ഒക്കെ കൂടെ സഞ്ചരിച്ച് നന്ദാ നദിയിൽ സ്നാനം ചെയ്ത് കൗശികി നദീതീരത്തെത്തി. അവിടെ വിശ്വാമിത്രന്റെ ആശ്രമം കണ്ടു. അവിടെ അടുത്ത് തന്നെ വിഭാണ്ഡകൻ എന്ന കശ്യപന്റെ ആശ്രമവും കണ്ടു. അപ്പൊ അതിന് പുണ്യാശ്രമം എന്നും പേരുണ്ട്. മഹാതപസ്വിയും ജിതേന്ദ്രിയനുമായ വിഭാണ്ഡകന്റെ പുത്രനാണ് ഋഷ്യശൃംഗൻ.
അപ്പൊ ഋഷ്യശൃംഖന്റെ കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ. നന്ദി, നമസ്കാരം.